ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊരു സ്ട്രഗിൾസും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതൊന്നാണ് സ്ട്രഗിൾസിൻ്റെ കൂടെ ആ ഒരു ലോൺലിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോൺലിനെസ്സും അതിൻ്റെ കൂടെ ഡിപ്രഷൻ, പിന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു ഞങ്ങളുടെ മൈൻഡിൽ വരുന്ന നോർമലായിട്ടുള്ള തോട്ട്സ്. ഓക്കെ, ഇതിൻ്റെ മേലെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലോൺലിനെസ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ചില പേഴ്സണാലിറ്റി, ഇപ്പോൾ ചില പേഴ്സൺസ് ഇൻഡിവിജ്വൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊതുവെ അവർക്കും ലോൺലിനെസ്സായിട്ട് സെൽഫ് കെയർ ചെയ്തുകൊണ്ട്, പിന്നെ ചില ഹോബീസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ദേ വിൽ ലവ് ദെയർ ഓൺ കമ്പനി. അങ്ങനെ ആയിരിക്കും. കൂടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള ആളുകളായിരിക്കും. ഓക്കെ, അവർക്ക് ഈ ഒരു പ്രശ്നമായിട്ട് വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. അപ്പോൾ പൊതുവെ ഇൻഫാക്റ്റ് നോർമലിയാണ്, ജനറലായിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോൺലിനെസ് എങ്ങനെയാണ് ഞങ്ങൾ അത് നോർമൽ ലൈഫിൽ എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നമുക്കറിയാം ആദ്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ലോൺലിനെസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഒരു സർക്കിളാക്കി ഗ്രൂപ്പിസം ആവാം, ഇല്ലെങ്കിൽ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. പിന്നെ ചിലവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ഹാബിറ്റ്സ് ആവട്ടെ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലാവട്ടെ, അതൊന്നും പിടിക്കാത്ത അവസ്ഥയായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ചില ഹാബിറ്റ്സ്, ചില നോർമലി കണ്ടുപെടുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് പൊതുവെ ഈസിലി ലോൺലിനെസ്സായിട്ടുള്ള ഒരു സ്റ്റേജിന് എത്തിച്ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഒറ്റപ്പെടുത്തുന്നതാവാം, അതങ്ങനെ മിണ്ടാതെ ആവും. ചില കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ ഫേസ് ചെയ്യുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവോ ഇനി എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ലോൺലിനെസ് അവസ്ഥ വരുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ കോവിഡ് കാലം അതൊരു ലോൺലിനെസ് ഒരു ലോങ് പീരിയഡായിരുന്നു അല്ലേ. അപ്പോൾ അവരവരുടെ മഹത്വം ഒക്കെ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യുക, നമ്മളെ തന്നെ സെൽഫ് ലവ് എങ്ങനെ, പിന്നെ നമ്മളെ തന്നെ നമ്മൾ എങ്ങനെ രക്ഷിക്കുക, ഇങ്ങനെയാണ് നമ്മളെപ്പറ്റി ഏറെ ചിന്തിക്കാൻ തുടങ്ങിയതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ, പിന്നെ ചിലപ്പോൾ പേരൻസ് ആവാം, ചിലപ്പോൾ റിലേറ്റീവ്സ് ആവാം ഒറ്റപ്പെടുത്തുന്നത്. നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ ആ ഒരു പുള്ളിക്കാരിയോ പുള്ളിക്കാരനോ അതിൻ്റെ അവരെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഒരു അൺഹെൽതി റിലേഷൻഷിപ്പിൽ ഉള്ള പോലെ തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലോൺലിനെസ് നമ്മുടെ മൈൻഡിനെ ഓക്യുപ്പൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ സൊസൈറ്റിയിൽ. ഇപ്പോൾ എല്ലാവർക്കും വെളിയിൽ പുറത്ത് പറയാൻ പറ്റാത്ത ഒരു ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സിലെ ഒതുക്കി വെക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് ആര് സ്ട്രോങ് എന്ന് തോന്നുന്നു, ആരുടെ ഒരു പ്രൊട്ടക്ഷൻ, പിന്നെ
ആരെ വിശ്വസിച്ച ഒരു കാര്യം പറയാൻ തോന്നുന്നു, തീർച്ചയായിട്ടും പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. മനസ്സിലത്തെ ഒരു ഭാരം കുറയ്ക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. പിന്നെ ഈ ലോൺലിനെസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലോങ്ങർ പീരിയഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് മൈൻഡ് എഫക്റ്റ് ആവുന്നത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഹോബീസൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. നമ്മളെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ട് നമ്മളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ്, നമ്മളുടെ നോളജ് വളർത്തുക, വൊക്കാബുലറി വളർത്തുക, പിന്നെ സൊസൈറ്റിയിൽ എന്താണ് നടക്കുന്നത്, പിന്നെ ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചുറ്റുവട്ടത്തും ഒക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ ഒന്ന് മിങ്കിളാവാൻ നോക്കുക. അപ്പോഴാണ് നമുക്കതൊരു സ്റ്റേജിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നതാണ്. ഇങ്ങനെ തന്നെയാണ് ഈ ലോൺലിനെസ് പോലെ ആണ് ഡിപ്രഷനും പോലെ. ഡിപ്രഷൻ എന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സൈലൻ്റായിട്ട് നമ്മളുടെ അകത്തുണ്ടാവും. നമുക്കറിയാണ്ട് നമുക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ്. ഓക്കെ. അപ്പോൾ ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ ജോബ് ലോസ് ആവാം. ഇനി ചിലവർക്ക് പേഴ്സണൽ പ്രോബ്ലംസും റിലേഷൻഷിപ്പ് വൈസായിട്ട് അങ്ങനെ ഡിപ്രഷനിൽ എത്തിച്ചേരും. പിന്നെ ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ആ ഒരു ഡിപ്രഷനായിട്ട് മെല്ലെ മെല്ലെ വരുന്നതാണ് നമുക്ക്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഒന്നും ഡീപ്പറായിട്ട് പോവാതെ ആവുന്നത്രോളം കൗൺസിലിംഗ് തേടണം. ഓക്കെ. ഇപ്പോൾ ഒരുപാട് അറിയുന്ന പോലെ എല്ലാം കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സൈക്കാട്രിസ്റ്റ് നിറയെ പേര് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യുക. അപ്പോൾ സംസാരിച്ച് ഒരാളോട് പുതിയതായിട്ട് എല്ലാം തുറന്ന് പറയുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. ഒരു ഭാരം ഫുള്ളായിട്ട് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വെച്ച പോലെ ആവും. ഓക്കെ. ഇങ്ങനെയാണ് ഡിഫറൻസിയേഷനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ പൊതുവെ ഈ രണ്ട് കാര്യങ്ങളും ഒന്നും ലൈഫിൽ എൻറ്റർ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. വയസ്സായാലും ഏത് ഏജ് ഗ്രൂപ്പായാലും എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ടീനേജേഴ്സ് തൊട്ട് 13 ഇയേഴ്സ് തൊട്ട് ജസ്റ്റ് 78-80 ഇയേഴ്സ് വരെ ഉള്ള ഒരു ആളുകളെയാണ് ഏജ് ഗ്രൂപ്പായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അഡോലസൻസിൻ്റെ സ്റ്റേജിലും നമുക്ക് ഡിപ്രഷൻ, സ്ട്രെസ്സ് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പിന്നെ അഡൾട്ടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് നമുക്ക് നമ്മളുടെ പ്രോബ്ലംസ് എടുത്ത് പറയുക, ഡിസ്കസ് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ. പാർട്ട്ണറും ഹെൽപ്പ് ചെയ്യാനായില്ലെങ്കിൽ കൗൺസിലിംഗ് തേടിയിട്ട് അവർ മിണ്ടുന്നതിലൂടെ തന്നെ നമുക്ക് മൈൻഡിൽ നിന്നും ആ ഒരു പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്ത് എടുക്കേണ്ടത് നന്നായിരിക്കും. എടുക്കുന്നതും അത് വളരെയേറെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ. ഒരു ഇൻസ്റ്റൻറ്റ് റെമഡി പോലെ ആണ് നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ മെൻറ്റൽ ഹെൽത്തും ഒരുപാട് കെയർ ചെയ്ത് എടുക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഇനിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടീനേജേഴ്സ് തൊട്ട് അഡൾട്ട്ഹുഡ് വരുന്നവരെ ചിലർക്ക് ഈ പേരൻറ്റിങ് പ്രശ്നങ്ങളുണ്ടാവും. അതായത് പേരൻറ്റ്സ് കൊണ്ട് അവരവരുടെ ലൈഫിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ട് വരിക. വളരെയേറെ യങ് ഏജിൽ തൊട്ട് തന്നെ പ്രോബ്ലംസ് വരേണ്ടത് അത് നോർമലായിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മൾ മനസ്സിലാക്കാറില്ല. ഓക്കെ. അപ്പോൾ പൊതുവെ ആൾക്കാരൊന്നും പബ്ലിക്കായിട്ട് തുറന്നു പറയില്ല. അപ്പോൾ എൻ്റെ പഠിത്തം ഞാൻ ഒതുങ്ങിയിരിക്കണം, ആരും ഒന്നും അറിയാൻ പാടില്ല എന്ന് പൊതുവെ
പഠിത്തം ഇപ്പോൾ പൊതുവെ ടീനേജേഴ്സ് അങ്ങനെ ആലോചിക്കാറുണ്ട്, അത് എക്സ്പോസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആസ് എ പേരൻറ്റ്, ആസ് എ അഡൾട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയാളെ ഒന്ന് ആ ഒരു സുഹൃത്താവാം, മീൻസ് ആ ഒരു പേഴ്സണെ ശ്രദ്ധിക്കുക, അയാളുടെ ഒരു ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ആക്ടിവിറ്റീസ് നോക്കുക, പിന്നെ വല്ലതും ചേഞ്ചസ് കാണപ്പെടുന്നുണ്ടോ. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വേണ്ടത് ഇവിടെ. പേരൻസും ചിൽഡ്രൻസിൻ്റെ തമ്മിൽ, കുട്ടികളും അച്ഛനും അമ്മമാർ ആരാണ്ടാവും, അങ്ങനെ കുട്ടീനെ ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ അവരുടെ എന്തൊക്കെയാണ് കൺസേൺസ് അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കേണ്ടതാണ്. അച്ഛൻ്റെയും പിന്നെ അമ്മയുടെയും ഈക്വലാണ് ഇതിൽ ഇമ്പാക്റ്റ് ആവുന്നത്. അച്ഛനും അമ്മയുടെയും ഒരു പ്രശ്നങ്ങൾ ആകാം, ഇനി എന്തെങ്കിലും ഒരു കാര്യങ്ങളാവാം, അതുകൊണ്ട് കുട്ടികൾ ബാധിക്കപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക വീഡിയോ, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തിനും ഫാമിലി റിലേറ്റീവ്സിനും എല്ലാവർക്കും. ഓക്കെ, ഹെൽപ്ഫുള്ളായിരിക്കും, അതാണ്. അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഈ അപ്കമ്മിങ് വീഡിയോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പായി. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ മഴക്കാലമാണ് ഇവിടെ ചെന്നൈയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്കൊരു ബ്രേക്ക് പോലെ വെയിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ വെയിലും ഇല്ല അങ്ങോട്ട് മഴയും ഇല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹെയർ കെയർ ചെയ്യാനും സ്കിൻ കെയർ ചെയ്യാനും എനിക്ക് ഏറെ ഒന്നും സമയം കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിട്ടും എനിക്ക് ഒരുപാട് കമ്മിറ്റഡ് ആയതുകൊണ്ട് ഒരുപാട് ബിസിയാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡിസ്റപ്ഷൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മെല്ലെ ടൈം ടു ടൈം ഞാൻ ടൈം കണ്ടെത്തിയിട്ട് വീഡിയോ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എത്ര ആവുന്നോ അത്ര. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.